ഹല്ലേലൂയ. കൊരവൂത്തന്മാരുടെ ഒരു സങ്കീർത്തന ഭാഗമാണ് നമ്മളുടെ വായിച്ചു കേട്ടത്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ ദൈവത്തിൻ്റെ യഥാർത്ഥ ഒരു ദൈവ പൈതലിൻ്റെ എപ്രകാരമാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അവൻ്റെ ജീവിതത്തിൽ എപ്രകാരമാണ് പ്രവൃത്തി ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് എന്നിവിടെ വളരെ വ്യക്തമായിട്ടും ഈ ഭാഗത്ത് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നാം ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവിൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആരാധനയും സ്തുതിയോടുകൂടി തുടങ്ങുന്ന ഒരു ഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ആ ദൈവത്തെ സ്തുതിക്കുവാനും കൈകൊട്ടുവാനും ആർപ്പോട് അവന്റെ സന്നിധിയിൽ നിൽക്കുവാനും സകല ജാതികളെയും ആഹ്വാനം ചെയ്യുകയാണ് കൊരപുത്രന്മാർ ഇവിടെ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. സകല ജാതികളുമായുള്ള അപ്പൊ കൈകൊട്ടുന്നത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ആനന്ദത്തെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരാളെ സ്വീകരിക്കുവാൻ തക്കവണ്ണം പലതിനും നമ്മൾ കൈകൊട്ടും. ഹല്ലേലൂയ. ഒരാളെ സ്വീകരിപ്പാൻ തക്കവണ്ണം ഒരു സന്തോഷം വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ആ അമിതമായ ഒരു സന്തോഷം വരുമ്പോൾ, ഹല്ലേലൂയ, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു കൈകൊട്ട് വരുന്നതും ഒരാൾ പറഞ്ഞ് കൈകൊട്ടുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. സന്തോഷം വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ അത് സംഭവിക്കുമ്പോൾ അറിയാതെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു സന്തോഷം വരും. അപ്പോഴാണ് കൈകൊട്ടിന്റെ യഥാർത്ഥ മഹത്വം വരുന്നത്. അപ്പോൾ ഇവിടെ കോരപുത്രന്മാരോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം: സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവിൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തോറ്റിട്ടല്ല ആർക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ എപ്പോഴും ജയത്തോടെ ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ജയത്തോടെ ദൈവത്തെ സ്തുതിച്ചു കഴിഞ്ഞാൽ ആ സ്തുതിക്കകത്ത് ഒരു സന്തോഷമുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജയത്തോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ കൈകൊട്ടിനകത്ത് ജയത്തോടെ ഒരു കൈകൊട്ടുമ്പോൾ ആ കൈകൊട്ടിനകത്ത് ഒരു പ്രത്യേകത ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇന്നിവിടെ കടന്നു വന്നത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ജയത്തോടെ. ഹല്ലേലൂയ, സ്തോത്രം. തോറ്റോടിയ ജനത്തിന്റെ ആരവത്തോടെയല്ല, ജയാളികളായിട്ട് ദൈവത്തെ സ്തുതിപ്പാനാണ് കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ജയത്തോടെ നിന്നെ നിർത്തുവാൻ തക്കവണ്ണം എന്റെ ദൈവത്തിന് കഴിയും. നിന്റെ പ്രശ്നങ്ങൾ എത്ര വലുതായാലും അതൊന്നും ഒരു പ്രശ്നമല്ല, അതിന്റെ മുകളിൽ കൂടി നടത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും. അതിനാലാണ് പറയുന്നത്, കഴിയാത്ത ഒരു ദൈവത്തെ അല്ല, വിടുവിക്കാൻ കഴിയാത്ത ഒരു ദൈവത്തെ അല്ല, അത് കഴിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിൽ തപ്പിനോടും കിന്നരത്തോടും ആർപ്പോടും കൂടെ സ്തുതിക്കുവാനാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. അടിച്ചൊന്ന് മഹത്വപ്പെടുത്തിക്കാണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്കിടയ്ക്ക് കൈകൊണ്ട് കൊണ്ടുവരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മഹാരാജാവ് ഇവിടെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത ഭാഗത്ത് എന്താണ് പറയുന്നത്? അത്യുന്നതനായ യഹോവ ഭയങ്കരൻ, അവൻ സർവ്വഭൂമിക്കും മഹാരാജാവാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വെറുതെ അല്ല കൈകൊട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മഹാരാജാവിനെയാണ്. ഹല്ലേലൂയ. അവൻ ഭയങ്കരനുമാണ്, മാത്രമല്ല അവൻ ഒരു മഹാരാജാവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനെ കുറിച്ച് പറയുന്നത് അപ്പന്റെ സ്ഥാനത്തുണ്ട്, രാജാവായിട്ടുണ്ട്, മഹാരാജാവായിട്ടാണ് അവനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ആരാണ്? അവൻ ഭയങ്കരനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യഹോവയുടെ ഭയങ്കരത്വം നമുക്ക് ഏറ്റവും അറിയണമെന്നുണ്ടെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് 21 അധ്യായങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് യഹോവയുടെ ഭയങ്കരത്വം. ഹല്ലേലൂയ. സർവ്വത്തിനെയും ന്യായം വിധിക്കുവാനും ദൈവഹിതമല്ലാതെ ജീവിച്ച് ദൈവത്തിന്റെ മക്കളല്ലാത്തവരെ, ഹല്ലേലൂയ, സ്തോത്രം, തീപ്പൊയ്കയിൽ തള്ളിയിടുവാനും കഴിവുള്ള ആ മഹാദൈവം അവൻ ഭയങ്കരനാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവന്റെ ദയ ദൈവമക്കൾക്ക് എപ്പോഴും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. ഇസ്രായേൽ മക്കൾ പറഞ്ഞു, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ ആർത്തിട്ട് പാടും, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞിരിക്കുന്നത് അവൻ ഭയങ്കരനായ ദൈവം. ജാതികൾക്ക് അവൻ ഭയങ്കരനാണെങ്കിൽ എനിക്കവൻ നല്ലവനാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എനിക്കവൻ മഹാരാജാവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത് ഭയങ്കരനായ ദൈവത്തെ ആരാധിക്കുവാനല്ല, ഹല്ലേലൂയ, മറ്റോ മഹാരാജാവിനെ ആരാധിക്കുവാനാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. നിത്യ തീപ്പൊയ്കയിലേക്ക് തള്ളിയിട്ട്, ഹല്ലേലൂയ, അഗാധ കൂപത്തിലേക്ക് പിശാചിനോടൊപ്പം തള്ളിയിടുവാൻ കഴിവുള്ള ആ ദൈവം, ഹല്ലേലൂയ, അവന്റെ സന്നിധി അത് ജാതികൾക്കുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അവൻ മഹാദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കൽപ്പിച്ചിരിക്കുന്നത് 22-ാം അധ്യായം വെളിപാട് പുസ്തകത്തിൽ സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവത്തിന്റെ പുത്തൻ യെരൂശലേം അത് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ മഹാരാജാവ് അവിടെ നിത്യതയിൽ വാഴുന്ന ആ മഹാരാജാവാണ് നമുക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ സകലത്തിനും കഴിവുള്ള മഹാരാജാവ്, മനുഷ്യരോടൊപ്പം ദൈവത്തിന്റെ വാസം. പ്രൈസ് ദി ലോർഡ്. ദൈവം മനുഷ്യരോടല്ല, ദൈവമക്കളോടൊപ്പം. ഹല്ലേലൂയ. ദൈവമക്കളോടൊപ്പം ദൈവത്തിന്റെ വാസം. പ്രൈസ് ദി ലോർഡ്. ആ മഹാരാജാവിനെയാണ് നമ്മൾ ആരാധിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഭാഗം, ഹല്ലേലൂയ. അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽ കീഴും ആക്കിയിരിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജാതികൾ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ വംശം ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേൽ കടന്നു വന്ന വഴികളിലൊക്കെയും നോക്കി കഴിയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എത്രയോ ജാതികളെ, ഹല്ലേലൂയ, അവരെക്കാൾ എത്രയോ യുദ്ധതൽപരന്മാരായ, എത്രയോ ശ്രേഷ്ഠന്മാരായ രാജാക്കന്മാരെ തകർത്ത്, ഹല്ലേലൂയ, അവരെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, അവരുടെ കാൽ കീഴാക്കി കൊടുത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. നീ കടന്നു പോകുമ്പോൾ നിന്റെ പ്രതിസന്ധികൾ എത്ര വലുതായിരുന്നാലും അവയെ നിന്റെ കാൽ കീഴാക്കി തരുവാൻ കഴിവുള്ള ഒരു മഹാരാജാവ് നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ വിഷയം എത്ര വലുതായിരുന്നാലും അവയെ നിന്റെ കാൽ കീഴാക്കി ചവിട്ടുവാൻ തക്കവണ്ണം നിന്നെ ജയാളിയാക്കി നിർത്തുന്ന ഒരു മഹാരാജാവിനെ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുന്ന ദൈവജനമാണ് നമ്മൾ. തോറ്റോടുവാൻ മടുക്കുന്നല്ല. പ്രൈസ് ദി ലോർഡ്. ആരും ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുവാൻ തക്കവണ്ണം, ഭയങ്കരനായവനെ ആരാധിപ്പാൻ തക്കവണ്ണം, പ്രൈസ് ദി ലോർഡ്, നിന്റെ തീപ്പൊയ്ക ഇടുവാൻ കഴിവുള്ളവനല്ല നമ്മുടെ ദൈവം. അത് നമ്മൾ ആരാധിപ്പാൻ വന്നത് സ്വർഗ്ഗസിയോനിൽ, ഹല്ലേലൂയ, നമ്മളെ ഇരുത്തുവാൻ തക്കവണ്ണം കഴിവുള്ള ദൈവത്തെയാണ്. ഹല്ലേലൂയ. നിന്റെ പ്രതിസന്ധികളെ നിന്റെ കാൽ കീഴാക്കി ചവിട്ടുവാൻ തക്കവണ്ണം, അതിന്റെ മുകളിൽ കൂടി നിന്നെ നടത്തുവാൻ തക്കവണ്ണം, നിന്റെ കാലിനെ മാൻപയുടെ കാലുകൾക്ക് തുല്യമാക്കിയ ദൈവത്തെ ആരാധിപ്പാനാണ് കടന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത ഭാഗമാണ് ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാലാമത്തെ ഭാഗം, അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്തു തന്നു, താൻ സ്നേഹിച്ച യാക്കോബിന്റെ ശ്ലാഘ്യ ഭൂമിയെ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശം ആരാ കൊടുത്തത്? അവരെ പിടിച്ചടക്കുമായിരുന്നു. യഹോവയായ ദൈവം തിരഞ്ഞെടുത്തിട്ട് പറഞ്ഞു, നീ ഇതിനെ അവകാശമാക്കി. പ്രൈസ് ദി ലോർഡ്. അവൻ തിരഞ്ഞെടുത്തിട്ട് പറഞ്ഞു, നീ ഇതിനെ യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്തിട്ട് പിടിച്ചെടുത്തതാണ് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ ഒരു ഭാഗം നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവ തിരഞ്ഞെടുത്ത് എന്തെങ്കിലും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നീ അവകാശമാക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്നും നീക്കുന്നത്. അപ്പൊ തിരഞ്ഞെടുപ്പ് മനുഷ്യൻ ഒരിക്കലും ഏറ്റെടുക്കരുത്. തിരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ കയ്യിലേ കൊടുക്കാവൂ. തിരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ കയ്യിലേ കൊടുക്കാവൂ. കാര്യം എന്താണെന്നറിയാമോ? തിരഞ്ഞെടുക്കുവാൻ എനിക്ക് നിനക്കും അറിയത്തില്ല. തിരഞ്ഞെടുക്കുവാൻ നമുക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്കറിയാത്ത കാര്യം എന്ത് ചെയ്യും? കർത്താവേ, ഞാൻ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു, നീ തിരഞ്ഞെടുത്ത് എനിക്ക് തരുവാണെങ്കിൽ അതെനിക്ക് മതി. പ്രൈസ് ദി ലോർഡ്. അത് നല്ലതായാലും എന്തായാലും, ഭൗതികമായിട്ട് ഒരു പക്ഷേ എനിക്ക് അല്പം വേദന ഉള്ളതായാലും പിന്നത്തേതിൽ അതെനിക്ക് സന്തോഷകരമാണ്. അല്ലെങ്കിൽ ഒരു ദൈവദാസനെ ഇങ്ങനെ നിങ്ങളെല്ലാം കേട്ട് കാണും. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രസംഗത്തിൽ ഞാൻ ഇങ്ങനെ കേട്ടു, ഒരു കൊച്ചുകുട്ടി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു മിഠായി പാത്രം ഇങ്ങനെ എടുത്തിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, അവൻ ഒരു കടയിൽ ചെന്നപ്പോ അവന്റെ കടയിലാണെന്നോ, ഹല്ലേലൂയ, സ്തോത്രം, അത് കൊടുത്തിട്ട് പറഞ്ഞു, ഈ മോനോട് പറഞ്ഞു, മക്കളെ നിനക്ക് ഇഷ്ടമുള്ള അത്ര മിഠായി ഇതിനകത്തൊന്ന് എടുത്തോളാം. അവൻ കൈയിട്ടപ്പോൾ അതിന്റെ കൊച്ചു കൈയല്ലേ, നമ്മുടെ കുഞ്ഞിന്റെ കൈയിട്ടെടുത്ത്, നമ്മുടെ ദബോറയുടെ കൈയിട്ടെടുത്ത് അവൾക്ക് ഒരെണ്ണം മാക്സിമം എടുക്കും. കാര്യം അതിനെ അവർക്ക് പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതിന് ഒരെണ്ണം കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ അതിന് പറഞ്ഞു ആ കുട്ടിക്ക്, അവൻ പറഞ്ഞു അത് വേണ്ട, അവൻ ഒത്തിരി ബുദ്ധിയുള്ളവനായിരുന്നു, എനിക്ക് അങ്കിൾ എടുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അവൻ ഒരെണ്ണം
കിട്ടി. അങ്കിള് കൈയിട്ടെടുത്തപ്പോൾ അങ്കിളുടെ കൈ വലുതായിരുന്നത് കൊണ്ട് അവന് കൂടുതൽ കിട്ടി. അവൻ ആ തെരഞ്ഞെടുപ്പ് അങ്കിളിന് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും നമ്മുടെ തെരഞ്ഞെടുപ്പ് കർത്താവിന് കൊടുക്കുക. കർത്താവ് തെരഞ്ഞെടുത്താൽ അത് എന്നും നിലനിൽക്കും. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ തെരഞ്ഞെടുക്കരുത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അത് നല്ലതായാലും ദോഷമായാലും കർത്താവിന് അതല്ലേ പറഞ്ഞു. ഹല്ലേലൂയ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. അപ്പൊ ദൈവം നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് അറിഞ്ഞിട്ട് ഒരു പക്ഷെ നിനക്ക് അത് തെരഞ്ഞെടുക്കുവാൻ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കുവാൻ നിനക്ക് അറിയത്തില്ലെങ്കിൽ നീ വിഷമിക്കണ്ട. ദൈവസന്നിധിയിലോട്ട് കൊടുത്താൽ മതി. ഏറ്റവും നല്ലത് ദൈവം നിനക്ക് തരത്തുള്ളൂ. മോശമായിട്ടുള്ളത് ദൈവം നിനക്ക് തരികയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ നിനക്ക് ആവശ്യമുള്ളതൊക്കെ നിനക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ദൈവദാസൻ ഉച്ചയ്ക്ക് കഴിഞ്ഞ് പോകാൻ വന്നവർക്ക് മനസ്സിലായി നല്ലൊരു എക്കണോമിക്സ് ആണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്യാവശ്യം, ആവശ്യം, ആഗ്രഹം, 3 ലെവലുള്ള ക്ലാസ് ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അത്യാവശ്യം അത് നിനക്ക് പ്രാർത്ഥിക്കാം. തന്നില്ലെന്നുണ്ടെങ്കിൽ പറയാം, നിനക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞാൻ എന്റെ അഭിപ്രായം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ എനിക്കിത് തന്നേ പറ്റൂ, ഇതെനിക്ക് കിട്ടിയേ പറ്റും. അത്യാവശ്യം ഓക്കെ. ആവശ്യവും നിനക്ക് പറയാം. അതെന്റെ ആവശ്യമായി. എനിക്കിത് ഇന്നലെ ദിവസം പറഞ്ഞ് പട്ടിണി കിടക്കുക. കർത്താവെ നീരെ വിളിച്ചു വരുത്തിയിട്ട് എന്റെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുക എന്ന് പറയുന്നത് ദൈവത്തിന് പദ്ധതി ഉണ്ടായിരിക്കാം. എങ്കിലും അത് നമുക്ക് കരഞ്ഞ അപ്പച്ചനോട് പറയാം. പക്ഷേ നിന്റെ ആഗ്രഹങ്ങൾ പലപ്പോഴും അത് വേണോന്ന് ചിന്തിക്കേണ്ടത് ഒരു പക്ഷേ നല്ലതായിരിക്കാം. അത് ദൈവത്തിന് വിട്ടുകൊടുക്കണം. നിന്റെ ആഗ്രഹങ്ങൾ അത് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സന്നിധിയിലോട്ട് കൊടുത്തിട്ട് ചോദിക്കണം. കർത്താവേ എനിക്ക് ഇതൊക്കെ ആവശ്യമുണ്ട്, എന്റെ ആഗ്രഹമാണിത്. പക്ഷെ നിനക്ക് ഹിതമുണ്ടെങ്കിൽ മാത്രം എനിക്കത് തന്നാൽ മതി. ഹിതമുണ്ടെങ്കിൽ തരും. അത് അനേകർക്ക് പ്രയോജനപ്പെടുകയും ചെയ്യും. നിനക്ക് ആഗ്രഹത്തോടെ തരുമ്പോൾ നിന്റെ ഒരു ആഗ്രഹം അത് നിനക്ക് തരണമെന്നുണ്ടെങ്കിൽ അത് അനേകർക്ക് നിന്നിൽ കൂടി ചെയ്യുവാൻ തക്കവണ്ണം അത് ഫലവത്തുള്ളതായി. കർത്താവ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ എക്കോണമിക്കകത്ത് ഒരു നല്ല ഒരു ലെവൽ ഉണ്ടായി. ഒരു കാര്യം തന്നില്ലെങ്കിൽ നിന്റെ ആവശ്യങ്ങളെ ദൈവം ഒരിക്കലും മുട്ടിമുട്ട് വരുത്തുകയില്ല. നിന്റെ ആവശ്യങ്ങളെ, നിന്റെ അത്യാവശ്യങ്ങളെ അവൻ മറികടക്കുന്ന ഒരു ദൈവമല്ല. ഒരു പക്ഷേ നിന്റെ ആഗ്രഹങ്ങൾ പലപ്പോഴും അവൻ നിനക്ക് തരികയില്ല. പ്രൈസ് ദി ലോർഡ്. കാര്യം നീ ചിലപ്പോൾ വളരുന്ന ഒരു തോതിലോട്ട്, അവൻ ആഗ്രഹിക്കുന്ന തലത്തിലോട്ട് വളർന്ന് ആ മണി കൈകാര്യം ചെയ്യുവാൻ, അല്ലെങ്കിൽ നിന്റെ ആഗ്രഹങ്ങളെ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം നീ വളർന്നിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അവൻ നിനക്ക് തരികയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ ഈ ആഗ്രഹങ്ങൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അത് നിനക്ക് ദോഷമായി തീരുമെങ്കിലും അതും ദൈവം അത് ഹല്ലേലൂയ അത് തരികയില്ല. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വന്നാൽ പ്രൈസ് ദി ലോർഡ് ഇങ്ങനെ ഇപ്രകാരം പറയുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. 14 ഹല്ലേലൂയ സ്തോത്രം. യാക്കോബ് 1:14-15 ഒന്ന് വായിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് ആമേൻ സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം ഒഴുത്തിട്ട് മരണത്തെ പെറുന്നു. എന്റെ പ്രിയ സഹോദരന്മാരെ, ഞാൻ നൃത്തം പോകണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമുക്ക് ആരാധിക്കണം. ഹല്ലേലൂയ. ദൈവം തിരഞ്ഞെടുത്ത ശ്ലാഘ്യം. പ്രൈസ് ദി ലോർഡ്. ദൈവം തിരഞ്ഞെടുത്ത് തന്ന കനാൻ ദേശം അത് നിനക്ക് അവകാശമാക്കി തരുവാൻ തക്കവണ്ണം നിനക്കത് യുദ്ധം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. അത് യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കാന്നുള്ളത് നിന്റെ കഴിവാണ്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവം തിരഞ്ഞെടുത്തത് ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ പലപ്പോഴും ഈ ആഗ്രഹങ്ങളെ നമുക്ക് തരാത്തത് എന്താണെന്നറിയാമോ? ഇവിടെ പറയുന്നുണ്ട് യാക്കോബിന്റെ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. അപ്പൊ നിനക്കൊരു കാര്യം തന്നു കഴിഞ്ഞാൽ, നിന്റെ എല്ലാ മോഹങ്ങളെയും നിനക്ക് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭൂമിയിൽ തന്നെയായി പോകും നിന്റെ ചിന്ത. അത് പാപത്തിലേക്ക് നിന്നെ വഴി നടത്തും. ഹവ്വയ്ക്ക് പറ്റിയതുപോലെ അവൾ മോഹിച്ചു. കണ്ണിന് കാണാൻ ഭംഗിയുള്ളതെന്ന് അവൾ കണ്ട് മോഹിച്ചു. അതവളെ പാപം ചെയ്യുവാൻ അവളെ പ്രേരിപ്പിച്ചു. ഒരു ലോകജാതി പാപത്തിന്റെ അടിമത്തത്തിലായി. ദൈവമക്കളെ, നമ്മൾ ഇന്ന് നിൽക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായിട്ട് നിൽക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നില്ല വീണ്ടും ഒരു മോഹം നിന്റെ ഉള്ളിൽ തന്നിട്ട്, ഒരു പാപത്തെ ഗർഭം ധരിച്ചിട്ട്
ഭയങ്കരനായ ഒരു രാജാവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുവാനല്ല, മഹാരാജാവിന്റെ സന്നിധിയിലേക്ക് ചെന്ന് അവനോടൊപ്പം വാഴ്ത്താൻ തക്കവണ്ണമാണ് പലപ്പോഴും നിന്റെ മോഹത്തെ അവൻ നിനക്ക് തരാത്തത്. ആ മോഹം നിനക്ക് കൈകാര്യം ചെയ്ത് പാപത്തിലേക്ക് നിന്നെ വഴിതിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും നീ പ്രാർത്ഥിക്കുന്ന നിന്റെ മറുപടി നിനക്ക് കിട്ടിയില്ലെങ്കിൽ നീ ചിന്തിച്ചോണം, ഇതെനിക്ക് നന്മയ്ക്ക് വേണ്ടി ആയിരുന്ന. നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, നിന്റെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ, അത് നേരെ കണ്ണടക്കുന്ന ഒരു ദൈവമല്ല എന്റെ ദൈവം. ഹല്ലേലൂയ, പ്രൈസ്. നീ ചിന്തിച്ചോളൂ, നിന്റെ ആവശ്യം നീ പ്രാർത്ഥിക്കണം, നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, നിന്റെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ദൈവം അത് തരുവാൻ ശക്തനാണ്. മറ്റൊരു ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഒരുപക്ഷെ എനിക്കെല്ലാം നമുക്ക് ആഗ്രഹമാണ്, കർത്താവേ ഇത് നിന്റെ ഹിതമെങ്കിൽ മാത്രം എന്റെ ജീവിതത്തിലോട് നീ തന്നാൽ മതി എന്ന് പറഞ്ഞ് അവന്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ നിനക്ക് അത് അർഹതയുണ്ടെങ്കിൽ അത് നിനക്ക് മാത്രമല്ല ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം നിന്റെ കരങ്ങളിലേക്ക് കൊണ്ടുവരും. അതിന് സ്തോത്രം ചെയ്യാം. അപ്പൊ ദൈവം തിരഞ്ഞെടുത്തത് മതി നമുക്ക്. അത് ഇസ്രായേൽ മക്കൾക്ക് അത് കൊടുത്തു, അത് അവകാശം. ദൈവം തിരഞ്ഞെടുത്ത് തന്നത് നമ്മൾ അവകാശമാക്കിയിരിക്കണം. അതിനെന്ത് ചെയ്യണം? യുദ്ധത്തിനായി അവന്റെ കൈകളെ അഭ്യസിപ്പിച്ചു. എങ്ങനെ അവകാശമാക്കും? ഒന്നും നീ ചെയ്യണ്ട, കരങ്ങളെ എടുത്തിട്ട് എന്ത് ചെയ്യണം? അതിന് ഒന്നാം ഭാഗത്ത് പറഞ്ഞോട്ടെ, എങ്ങനെയാണ് നീ അവകാശമാക്കേണ്ടത്? ഓ അത്യുച്ചനാഥമുള്ള കരങ്ങളെ ഘോഷിച്ചുകൊണ്ട്, കരങ്ങളെ അടിച്ചുകൊണ്ട് ഒരു സ്തോത്രം ചെയ്ത് രാത്രിയുടെ യാമങ്ങളിൽ ആരാധനയിൽ ഈ ദൈവത്തെ സന്തോഷത്തോടെ സ്തുതിച്ച് സ്തുതികളെല്ലാം ഇറങ്ങി വരുമ്പോൾ നിനക്ക് അവകാശമാക്കുവാൻ നിന്റെ കരങ്ങളും നിന്റെ നാവുകളും ശക്തിയുള്ളതായി തീരട്ടെ, ബലമുള്ളതായി തീരട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ഹല്ലേലൂയ. ദൈവം നമ്മളിൽ കൂടി ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല. പ്രൈസ് ഹല്ലേലൂയ. നിന്റെ ആവശ്യങ്ങളുടെ മേൽ നീ പ്രാർത്ഥിക്കുന്നു. എന്താവശ്യങ്ങളും ഇവിടെ ഒന്നിനും ഒരു കുറവ് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിനക്ക് യാതൊന്നിനും ഒരു കുറവ് വരുവാൻ ദൈവം അനുവദിക്കുക. നീ അവന്റെ മകനാണ്. പ്രൈസ് പ്രിയ ദൈവമക്കളെ, പലപ്പോഴും ഹല്ലേലൂയ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പല പ്രശ്നങ്ങളുടെയും മെയിൻ ആയിട്ടുള്ള ഉത്തരവാദികൾ കർത്താവിനെ പറഞ്ഞിട്ട് കാര്യമില്ല, പിശാചിനെ ശപിച്ചിട്ട് കാര്യമില്ല, പിശാചിനെ ശാസിച്ചിട്ട് കാര്യമില്ല. നിന്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ദൈവവചനത്തെ, നിന്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ദൈവവചനത്തെ നീ യഥാർത്ഥമായി ഉപയോഗിക്കുവാൻ തക്കവണ്ണമുള്ള യുദ്ധം നീ അഭ്യസിപ്പിക്കുവാൻ എല്ലാ കാര്യങ്ങളും നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ യുദ്ധം നീ വേണ്ട വിധത്തിൽ ചെയ്യാത്തത് കൊണ്ടാണ് നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധിക്ക് കാരണം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴുമുള്ള പ്രതിസന്ധിക്ക് കാരണം പിശാചിനെ വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നീയാണ്. നിന്റെ ജീവിതത്തിലെ മോഹങ്ങളാണ്. നിന്റെ ജീവിതത്തിലെ അമിതമായ മോഹങ്ങൾ നിന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നു. പാപം ചെയ്തെങ്കിൽ മാത്രമേ പിശാചിന് നിന്റെ ഉള്ളിൽ കടക്കുവാൻ കഴിയുകയുള്ളൂ. ലോകം, പാപം, പിശാച് ഒന്നുകൂടെ ഒന്നിച്ചു കിടക്കുന്നതാ. ലോകം, പാപം, ലോകം അട്രാക്ട് ചെയ്യും, പാപം ചെയ്യിപ്പിക്കും, പിശാചുള്ളിൽ കടക്കും. അപ്പൊ ഇതാദ്യം ആ മോഹത്തെ, പാപം നിന്റെ ഉള്ളിലേക്ക് കയറ്റാതിരുന്നാൽ പിശാചിന് നിന്റെ ഉള്ളിലേക്ക് കടക്കാൻ കഴിയുകയില്ല. നിന്റെ ഉള്ളിലേക്ക് കടക്കാൻ കഴിയില്ലെന്നുണ്ടെങ്കിൽ നീ പാപത്തിന്, നീ മോഹത്തിന് അടിമപ്പെടാതിരുന്നാൽ ഒരു പിശാച് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല. ഇല്ല, ഇല്ല. ദൈവം തിരഞ്ഞെടുത്ത് തരുന്നത് തന്നെ നമ്മൾ സ്വീകരിക്കും. നിന്റെ ജീവിതം ആനന്ദപൂർണമായി തീരും. അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് നമ്മൾ തന്നെയാണ് ഉത്തരവാദി. നീ തന്നെ അത് എടുക്കണം. യുദ്ധം ചെയ്ത് നീ തന്നെ അത് പിടിച്ചെടുക്കണം. യുദ്ധം ചെയ്യുവാൻ നിന്റെ കരങ്ങൾക്ക് അവൻ ശക്തി തന്നിട്ടുണ്ട്, നിന്റെ നാവിന് അവൻ ബലം തന്നിട്ടുണ്ട്. അത് നീ പിടിച്ചെടുക്കാത്തടത്തോളം കാലം അത് നിന്റെ കുറവാണ്. നമ്മെ അനുഗ്രഹിക്കണം. നമുക്ക് കഥാസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം.